നമസ്കാരം. നമ്മൾ നാട്ടിലറിയാം, നമുക്ക് ചെറിയൊരു ധനുമാസമൊക്കെ വരുവാണ്. ഡിസംബർ ജനുവരി മാസങ്ങളിൽ കുറച്ച് പണ്ടൊക്കെ മരം കോച്ചും തണുപ്പെന്നൊക്കെ പറയുമെങ്കിലും അത്യാവശ്യം തണുപ്പുണ്ട്. പല സ്ഥലങ്ങളിൽ രാവിലെ എസ്പെഷ്യലി ഗ്രാമപ്രദേശങ്ങളിൽ പാടങ്ങളുടെ അരികിലൊക്കെ നിൽക്കുന്നവരെല്ലാം ഇടുക്കി, പത്തനംതിട്ട, അങ്ങനെ കുറച്ച് അല്ല വയനാട്, അങ്ങനെ കാടുള്ള സ്ഥലങ്ങളിലൊക്കെ നിൽക്കുന്നവർക്ക് കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പുള്ള ദിവസങ്ങളാണ് ഈ മുമ്പോട്ട് വരുന്നത്. നമുക്ക് ഇപ്പം സിറ്റികളിലാണെങ്കിലും ഇപ്പോൾ എറണാകുളം ജില്ലയിലൊക്കെ ആണെങ്കിൽ തന്നെയും രാവിലെകളിൽ ഒരു 5 മണി, 6, 6:30 മണി, 8 മണി വരെയൊക്കെ ചെറിയൊരു തണുപ്പുണ്ട് ടെമ്പറേച്ചർ. മഴ എസ്പെഷ്യലി മഴയൊക്കെ പെയ്യുമ്പോൾ മഴ പെയ്യുന്നതിൻ്റെ അടുത്ത ദിവസം നല്ല തണുപ്പുണ്ട്, നമുക്കറിയാം. അപ്പോൾ തണുപ്പ് കാലത്ത് രോഗികൾ നമ്മളോട് ചോദിക്കുന്നൊരു കാര്യം, ഡോക്ടറെ എൻ്റെ വേദന കൂടുമോ, തണുപ്പുകാരോ വരുന്നത്. പലപ്പോഴും നമ്മൾ മരുന്ന് കഴിക്കാൻ നോക്കുമ്പോൾ ഡോക്ടറെ തണുപ്പാ 2 മാസത്തേക്ക് വേണ്ട കേട്ടോ എന്ന് പറയും. അപ്പോൾ എന്താണ് ഇതിൻ്റെ സത്യാവസ്ഥ? തണുപ്പ് ഉള്ള 2 മാസങ്ങളുടെ അടുത്ത് 2 മാസങ്ങളിൽ വേദന കൂടാൻ സാധ്യതയുണ്ടോ? നമ്മൾ മനസ്സിലാക്കേണ്ടത് തണുപ്പും ആർത്രൈറ്റിസുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. അതായത് നമ്മുടെ ആർത്രൈറ്റിസ്, അതായത് സന്ധികളുണ്ടാകുന്ന നീരുമായിട്ട് ഡയറക്റ്റ് കണക്ഷൻ ഇല്ല. പക്ഷേ ചില പ്രത്യേക സാഹചര്യങ്ങളുണ്ടാകും. തണുപ്പ് കാലത്ത് നമ്മുടെ അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടും. അറ്റ്മോസ്ഫിയറിക് പ്രഷർ കൂടുന്നതുകൊണ്ട് അത് നമ്മുടെ ജോയിൻറ്റിലുണ്ടാകുന്ന ഒരു എക്സ്പാൻഷനെ ജോയിൻറ്റിൽ കൂടുതൽ ഫോഴ്സ് ചെയ്യും. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്? അവർക്ക് കുറച്ച് പെയിൻ കൂടുതൽ തോന്നും. അതായത് തണുപ്പത്ത് കിടക്കുമ്പോൾ ഈ നമ്മുടെ അറ്റ്മോസ്ഫിയർ പ്രഷർ കൂടുന്നത് കൊണ്ട് നേരത്തെ നീര് സാധാരണ ഫോർ എക്സാമ്പിൾ ഒരു ESR 40 ഉള്ളപ്പോൾ ഒരാൾക്ക് 50% വേദന ഉണ്ടായിരുന്നെങ്കിൽ തണുപ്പത്ത് കിടക്കുമ്പോൾ ESR 40 ഉള്ള ഒരാൾക്ക് 50 എന്നുള്ള 75% വേദന തോന്നും. അതായത് നമ്മൾ പെർസീവ് ചെയ്യുന്ന നമ്മുടെ പെയിൻ്റെ ഒരു ഇൻറ്റൻസിറ്റി കൂടുതലായിരിക്കും. അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ തണുപ്പ് കാലത്ത് അന്തരീക്ഷത്തിൽ മർദ്ദം കൂടുമ്പോൾ നമ്മുടെ ഈ ജോയിൻസിലുണ്ടാകുന്ന നീർക്കെട്ടിൻ്റെ കൊണ്ടുണ്ടാകുന്ന നമ്മുടെ നെർവ്സ് കൂടുതൽ സ്റ്റിമുലേറ്റഡ് ആകുന്നു. അതുകൊണ്ട് നമ്മൾ പെയിൻ കൂടുതലായിട്ട് പെർസീവ് ചെയ്യുന്നു, അല്ല പെയിൻ കൂടുതലായിട്ട് നമ്മൾ അനുഭവിക്കുന്നു. പെയിൻ ഒരു അനുഭവമാണല്ലോ, പെയിൻ ഒരു ബ്രെയിൻ ഉണ്ടാകുന്ന ഒരു അനുഭവമാണ്. നമ്മൾ കാഴ്ച, കേൾവി, ഇതെല്ലാം അനുഭവങ്ങളാണ്. അതുപോലെ പെയിനും ഒരു അനുഭവമാണ്. അത് അനുഭവിപ്പിക്കുന്ന എവിടെയാണ്? ബ്രെയിനില്ല. അപ്പോൾ എന്തുകൊണ്ടാകുന്നത്? അന്തരീക്ഷത്തിൻ്റെ മർദ്ദം കൂടുന്നത് കൊണ്ട് ഈ നീരുകളിൽ അന്തരീക്ഷം കുറച്ച് കൂടുതൽ പ്രഷർ ചെലുത്തുമ്പോൾ ഇത് കൂടുതൽ വരും. രണ്ടാമത് വരുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം, ഈ തണുപ്പുള്ള ഒരു ക്ലൈമറ്റിൽ നമ്മുടെ ടെൻഡൻസും കുറച്ച് ജോയിൻസൊക്കെ കുറച്ചൊരു വലിഞ്ഞ് നിൽക്കും. നമുക്കറിയാം, കൈ അനക്കാനൊക്കെ ബുദ്ധിമുട്ടായിരിക്കും. അവർക്ക് സ്റ്റിഫ്നെസ് കൂടുതലായിരിക്കും. കാരണം തണുപ്പത്ത് കിടക്കുമ്പോൾ അതിൽ നമ്മുടെ രക്തക്കുഴലുകൾ നാരോ ആകും. വാസോ കൺസ്ട്രിക്ഷൻ എന്ന് പറയും. നമുക്കറിയാം, നമ്മൾ കയ്യൊക്കെ മുറിയുമ്പോൾ പെട്ടെന്ന് എന്താ ചെയ്യുന്നത്? ഐസെടുത്ത് വയ്ക്കും. എന്തുകൊണ്ടാണ്? രക്തക്കുഴൽ അടഞ്ഞിട്ട് അവിടെ രക്തം പുറത്ത് വരെ നിർത്താൻ വേണ്ടിയിട്ട്, അല്ലേ? നമ്മളെല്ലാവർക്കും ചെയ്യുന്നൊരു കാര്യമാണ്. അതുപോലെ തന്നെ ഈ തണുത്ത കാലാവസ്ഥയിൽ കയ്യിലോട്ടുള്ള രക്തപ്രവാഹം കുറയുമ്പോൾ എന്തൊരു നീർക്കെട്ട് കയ്യിൽ നിന്ന് പോകത്തില്ല. അതുകൊണ്ട് രാവിലെ എഴുന്നേൽക്കുമ്പോൾ സ്റ്റിഫ്നെസ് കുറച്ച് കൂടുതലായിരിക്കും. അപ്പോൾ തണുപ്പ് കാലത്ത് അസുഖം പുറസേ കൂടുമെന്ന് ചോദിച്ചാൽ ഇല്ല എന്നുള്ളതാണ് ഉത്തരം. പക്ഷേ അസുഖം കൊണ്ടുണ്ടാകുന്ന വേദന കൂടുമോ എന്ന് ചോദിച്ചാൽ വേദന കുറച്ച് കൂടാൻ സാധ്യതയുണ്ട്. നേരത്തെ ഉള്ള അതേ നീർക്കെട്ട് അതുപോലെ തന്നെ പോവുകയാണെങ്കിലും കുറച്ച് നീർക്കെട്ട് കൂടാൻ സാധ്യതയുണ്ട്, സ്റ്റിഫ്നെസ് കൂടാൻ സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചെയ്യേണ്ടത്? ഒന്ന്, നല്ല തണുപ്പുള്ള കാലാവസ്ഥയിലാണ് ജീവിക്കുന്നതെങ്കിൽ, ഫോർ എക്സാമ്പിൾ കേരളത്തിലൊക്കെ ആണെങ്കിൽ മൂന്നാറിലാണ്, മൂന്നാർ ഇടുക്കിയ ഭാഗത്തൊക്കെയാണ് ഇത്രയും കൂടുതൽ തണുപ്പ്. നമ്മൾ പറയാനുള്ളത്, രാവിലെ നമുക്ക് നിങ്ങളെല്ലാവരും ചെയ്യുന്ന പോലെ നല്ല കയ്യിലും കാലും സോക്സ് ഇട്ട് കിടന്നുറങ്ങുക. അതാണ് ഒരു നല്ല കാര്യം ചെയ്യാവുന്നത്. രാവിലെ എഴുന്നേറ്റ് കഴിയുമ്പോൾ ചെറിയ സോഫ്റ്റ് ബോളൊക്കെ എടുത്ത് നന്നായിട്ട് ഞെക്കുക. പിന്നെ തീ കായാനൊക്കെ പറ്റുമെങ്കിൽ വളരെ നല്ല കാര്യം. കുറച്ച് ചൂട് കൊടുത്തു കഴിഞ്ഞാൽ ആ നീർക്കെട്ട് കുറച്ചുകൂടി പെട്ടെന്ന് പോവുകയും ചെയ്യും. അതുകൊണ്ട് തണുപ്പ് കാലം വളരെ പേടിക്കേണ്ട കാര്യമില്ല. അസുഖം വളരെ കൂടാനൊന്നും പോകുന്നില്ല. പക്ഷേ അസുഖം കൊണ്ടുണ്ടാകുന്ന വേദന ചെറിയൊരളവിൽ കൂടാൻ സാധ്യതയുണ്ട്. അത് ചെറിയ പൊടിക്കൈകൾ കൊണ്ട് നമുക്ക് കൺട്രോൾ ചെയ്യാവുന്നതേ ഉള്ളൂ. അതുകൊണ്ട് നിങ്ങളുടെ അസുഖം വഷളാകും എന്ന് വിചാരിച്ച് പേടിക്കേണ്ട കാര്യമില്ല.